4 പേരോട് ഇരുന്ന് സംസാരിക്കുകയാണ്. ഒരു കണ്ടൻറ്റും ഇല്ലായിരുന്നു ഇത്രയും നേരം. അനുമോൾ അങ്ങോട്ട് ചെന്നത് അവിടെ വീണ്ടും കണ്ടൻറ്റായി. ലക്ഷ്മി, സാബുമോൻ, നിവിൻ, ബിന്നി ഇവരെല്ലാവരോടും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇതുവരെ ലൈവ് ഒന്നും കാണിച്ചിട്ടില്ല. അങ്ങനെ അവരിയ്ക്കുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളായിരുന്നു. വേറെ സംഭാഷണങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോഴാണ് അനുമോൾ അങ്ങോട്ട് ചെല്ലുന്നത്. അനുമോൾ ചെന്നപ്പോൾ ചോദിക്കുന്നത്, നിനക്ക് ഡാൻസ് കളിക്കാൻ അറിയാമെന്ന് ചോദിക്കുന്നത്. അറിയാമെന്ന് പറയുന്നത്. അപ്പോൾ ലക്ഷ്മി പാട്ട് പാടി കൊടുക്കുന്നു. അപ്പോൾ അനുമോൾ അതിന് സ്റ്റെപ്പ് വയ്ക്കുന്നു. ഊട്ടിപ്പട്ടണം എന്നുള്ള പാട്ടായിരുന്നു ലക്ഷ്മി പാടിയത്. നന്നായിട്ട് അനുമോൾ കളിച്ച് നല്ല രസമുണ്ടായിരുന്നു. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പം ലക്ഷ്മി അടുത്ത പാട്ട് പാടി, കിലുകിൽ പമ്പരം എന്നുള്ള പാട്ട്. അതിനും അനുമോൾ നന്നായിട്ട് കളിച്ചു. അപ്പോൾ സാബുമോൻ പറഞ്ഞു ഭൂതത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന്. അപ്പോൾ സാബുമോനും വന്ന് അനുമോളുടെ കൂടെ ഡാൻസ് കളിക്കാൻ തുടങ്ങി. അവർ രണ്ടുപേരും നല്ല ഭംഗിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും നിവിൻ അത്ര ഇഷ്ടപ്പെടുന്നില്ല. നിവിൻ എന്തൊക്കെയോ അന്ന് ബിന്നി എടുത്ത് പറയുന്നത്, ബിന്നിയും നിവിനും കൂടി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പക്ഷേ രണ്ടുപേർക്കും അത്ര ഇഷ്ടപ്പെട്ട ഒരു മുഖമില്ല. നിവിനാണ് കൂടുതലൊരു ദേശീയ ഭാവമായിരുന്നു. അപ്പം ആ പാട്ടെല്ലാം കഴിഞ്ഞപ്പോൾ അനുമോളോട് നിവിൻ പറഞ്ഞു, ഇനി നീ പൊയ്ക്കോളാന്ന്. അപ്പോൾ അനുമോൾ പറഞ്ഞു, നീ പോടാന്ന് പറഞ്ഞു. നീ പോടാ കാട്ടുപോത്ത്, നിന്നെ ഞാൻ സൺഡേയിൽ വെട്ടുപോടാന്ന്. അങ്ങനെ പറഞ്ഞിട്ട് അനുമോൾ ഓടി അങ്ങ് പോയി. അപ്പോൾ നിവിൻ അത്ര ഇഷ്ടപ്പെടുന്നില്ല. നിവിന് അനുമോൾക്ക് കണ്ടൻറ്റ് കിട്ടുന്നുള്ള ഒരു ഇതായിരിക്കും. നിവിൻ്റെ മുഖം ഒരുമാതിരി ഇരിക്കുകയായിരുന്നു. ഇവരൊക്കെ വെറുതെ ഇങ്ങനെ ഇരിക്കുക. ശരിക്കും പറഞ്ഞാൽ അനുമോൾ എങ്ങോട്ടൊക്കെ പോകുന്ന അവിടെയൊക്കെ കണ്ടൻ്റ് ഉണ്ട്. അനുമോൾ എവിടെയൊക്കെ നിൽക്കുന്ന അവിടെ എല്ലാം കിലുക്കത്തിൽ ഡയലോഗും പറഞ്ഞ് ഡാൻസും കളിച്ച് പാട്ടും പാടി ഭയങ്കര കൊച്ചു കുട്ടികളെ കണക്ക്. എങ്ങനെ ശരിക്കും ആ സിനിമയ്ക്കകത്ത് മറ്റുള്ളവരുടെ കണക്ക് തന്നെയാണ് അനുമോളുടെ രീതി. അപ്പോൾ ഇന്ന് അനുമോൾ എന്ത് പറഞ്ഞാലും ആരും അത് കാര്യമായിട്ട് എടുക്കത്തില്ല. അത്രയ്ക്ക് നല്ല പെർഫോമൻസ് ആയിരുന്നു ഇന്ന് അനുമോളുടെ. അനുമോൾ ശരിക്കും സ്റ്റേജിലല്ല കളിക്കുന്നത്. അനുമോൾ ആ വീട്ടിൽ കളിക്കുകയാണ്. ഇവരെല്ലാവരും വന്ന് റെഡിയായി ഇങ്ങനെ ഇരിക്കുകയാണ്. അവരോരോ പേര് വിളിക്കുമ്പോൾ ഓടിപ്പോയി ആ പാട്ടിനനുസരിച്ച് ഡാൻസ് കളിക്കുന്ന, പെർഫോമൻസ് ചെയ്യുന്ന, അത്രയേ ഉള്ളൂ. പക്ഷേ അനുമോൾ അങ്ങനെയല്ല. അനുമോൾ ഇന്നത്തെ ദിവസം മൊത്തം ആ ലൈവിൽ അങ്ങനെ അഭിനയിക്കുകയാണ്. അങ്ങനെ ആ കഥാപാത്രത്തെ കൊണ്ടു കിടക്കുകയാണ്. അത് ബിഗ് ബോസ് തന്നെ പറഞ്ഞായിരുന്നു, എല്ലാവരും കഥാപാത്രമായിട്ട് നിൽക്കാനെന്ന്. അത് കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നത് അനുമോൾ മാത്രമാണ്. അപ്പം അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരും. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ ചാനലാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.